Good afternoon, all of you. അപ്പോൾ എക്സാം തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് വൺ അർത്ഥം എഴുതുകയാണ്. അതിലൊന്നാമത്തത് ധര. ധര ധര എഴുതിയോ? ധര. എഡ്വിൻ എന്ത് പറ്റി? യെസ്, ധര എഴുതു അർത്ഥം. നെക്സ്റ്റ് വൺ ക്ലിയർ ആയിട്ട് പറഞ്ഞേ. കേൾക്കുന്നില്ലേ? ധര മനസ്സിലാവുന്നില്ല. ധര അർത്ഥം എഴുതുക. അതിൽ ഫസ്റ്റ് വൺ ധര. ധര ഒരു കേട്ടിട്ടേ ഉള്ളൂ അല്ലെ. നെക്സ്റ്റ് വീഥി. വീഥി നമ്മൾ 2 പാടാണ് എക്സാമിന് പറഞ്ഞതല്ലേ? 2 പാടാ? 4ഉം 5ഉം. ഓക്കെ, ആരും ടെക്സ്റ്റ് ബുക്കിനെ ആശ്രയിക്കരുത്. ഓക്കെ, എഴുതിക്കോ. 1 ധര, 2 വീഥി. വീഥി മിസ് എല്ലാം കാണും. ആരെങ്കിലും അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മിസ് കാണും. ഇങ്ങോട്ട് ശ്രദ്ധിച്ച് എഴുതിയ വേഗം എക്സാം. ഓക്കെ, അപ്പൊ ധര, വീഥി. പറയട്ടെ നെക്സ്റ്റ്. വിചിത്രം. അർത്ഥം എഴുതുകയില് മൂന്നാമത്തത് വിചിത്രം. 4. നാലാമത്തെ പറയട്ടെ. ഫിനിഷ് ആയോ? ഇല്ല. ആരും പഠിച്ചില്ലേ? ആർക്കും ഒരു ഉറപ്പാണ്? മുഖത്ത് ആർക്കും ഒരു ഇതില്ലല്ലോ. ഗ്രേസ് എക്സാം ആയിരുന്നില്ലേ? ഗ്രേസേ ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ മോളെ. ഓക്കെ, അപ്പോ ആദ്യത്തത് ധര, 2 എന്താ പറഞ്ഞ? 2 വീഥി, 3 എന്താണ്? നാഗം. അല്ല, വിചിത്രം പറഞ്ഞു അല്ലേ? ഓക്കെ, വിചിത്രം. 4 നാഗം. നാഗം. ഓക്കെ, എഴുതിയോ? എന്തേ എല്ലാവർക്കും ഡൗട്ട്? എന്തേ ഹന്ന? സായി കൃഷ്ണ എവിടെ പോയി? പോയോ? അപ്പൊ അർത്ഥം എഴുതുകയില് 1 നാഗം, അല്ല 1 ധര, 2 വീഥി, 3 വിചിത്രം, 4 നാഗം. നാഗം. റുവൈസ്. Yes. Why are you late? Net problem. വേഗം തുടങ്ങിക്കോ. സ്റ്റാർട്ട് ചെയ്തോ എക്സാം ചെയ്ത. Exam. Okay. ഓക്കെ, എഴുതി കഴിഞ്ഞോ? 4 നെക്സ്റ്റ് പറയട്ടെ. എല്ലാവർക്കും ഡൗട്ടാണ്. എന്തേ എഡ്വിൻ പഠിച്ചില്ലേ? ഒന്നും ഇല്ല അല്ലേ? ഡൗട്ട് ഇല്ല. ഓക്കെ, ഹന്ന നിങ്ങളുടെ മുഖം കാണുമ്പോ എനിക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ടല്ലോ. ജോസിക്ക് ഉണ്ട്, പിന്നെ ആർക്കാ? ലക്ഷ്മി പ്രിയ എഴുതിയെന്ന് തോന്നുന്നു. പറഞ്ഞോ. എക്സാമാ? എന്നാ പിന്നെ ഞാൻ എക്സാം ഞാൻ പറഞ്ഞു. നിങ്ങൾ അതൊരു നമ്മുടെ ഇപ്പൊ 5ാമത്തെ അർത്ഥം എഴുതുകയില് 5ാമത്തത് 5 വായിക്കുക. വായിക്കുക. 5 വായിക്കുക. എഴുതിയോ? വായിക്കുക. 6 ആധുനികം. ആധുനികം. ഫസ്റ്റ് മുതൽ പറയോ? യെസ്. അർത്ഥം എഴുതുക. ആദ്യത്തത് അതിലൊന്നാമത്തെ ധര, 2 വീഥി, 3
വിചിത്രം, 4 നാഗം, 5 വായിക്കുക, 6 ആധുനികം. 6 ആധുനികം. സായി കൃഷ്ണ ഇന്ന് പഠിച്ചില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നിങ്ങൾ എത്ര പേര് പഠിച്ചതാണെന്ന് ഇപ്പൊ മിസ്സിന് മനസ്സിലാവുന്നില്ല ഒറ്റ നോട്ടത്തില്. ഓക്കെ, അപ്പൊ 6 ആധുനികം കഴിഞ്ഞു. 6 അർത്ഥം എഴുതാൻ 6 എണ്ണാണ് കേട്ടോ. എഴുതി കഴിഞ്ഞു എല്ലാവർക്കും? ഫിനിഷ്. ഷിസിയും ഷഹബാസും എഴുതിയോ? ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുമായിരിക്കും. ഷിസ, can you hear me? തുടങ്ങിയതേ ഉള്ളൂ അവിടെ. ഓക്കെ, നെക്സ്റ്റ് പര്യായ പദം എഴുതുക. റോമൻ ലെറ്ററിൽ രണ്ടാമത്തെ പര്യായ പദം എഴുതുക. അതിൽ 1. മിസ് ഒന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ഇപ്പം കേൾക്കാം. ഇപ്പൊ മിസ് ഭയങ്കര. ഓക്കെ, അപ്പൊ പര്യായ പദം എഴുതാനാണ് ഇപ്പൊ പറയുന്നത്. പര്യായ പദം എഴുതുക റോമൻ ലെറ്ററിൽ 2 എന്നിട്ട് എഴുതുക പൂങ്കാവ്. പൂങ്കാവ് എന്ന പദത്തിന്റെ പര്യായ പദം എഴുതണം. പൂങ്കാവ്. പൂങ്കാവ്. എഴുതിയോ? അതിന്റെ ആകാം കുറച്ചൊന്നേ അറിയൂ. ഫിനിഷ് ആയോ എല്ലാവർക്കും? എഡ്വിൻ? യെസ്. ഓക്കെ, നെക്സ്റ്റ് മുല്ല. 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 അപ്പോ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് പര്യായപദത്തിൽ പൂങ്കാവ്, 2 മുല്ല. നെക്സ്റ്റ് കോകിലം. നെക്സ്റ്റ് മൂന്നാമത്തത് കോകിലം. 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 ഏബൽ എഴുതുന്നുണ്ടോ? ഏബൽ ബിനോയി? ഓക്കെ, കോകിലം. അപ്പൊ പര്യായപദത്തില് ആദ്യത്തത് പൂങ്കാവ്. രണ്ടാമത്തെ പര്യായപദത്തിലാ മുല്ല. 1 പൂങ്കാവ്, 2 മുല്ല, 3 കോകിലം. ഓക്കെ, നെക്സ്റ്റ് ചേർത്തെഴുതുകയാണ്. ചേർത്തെഴുതുക. ചേർത്തെഴുതുകയില് വിചിത്രം പ്ലസ് ആയ. ഒന്ന് ചേർത്തെഴുതിയേ. വിചിത്രം പ്ലസ് ആയ. പര്യായ പദത്തിന് 3 എണ്ണേ ഉള്ളോ? 3 എണ്ണേ ഉള്ളൂ. എഴുതിയോ അത് 3ഉം? ഓക്കെ, 3 എണ്ണേ ഉള്ളൂ കേട്ടോ. ഹന്ന, നെക്സ്റ്റ് ആണ് മൂന്നാമത്തെ റോമൻ ലെറ്ററിൽ ചേർത്ത് എഴുതുക. എന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിചിത്രം പ്ലസ് ആയ. വിചിത്രം പ്ലസ് ആയ എന്താവുക? ചേർത്ത് എഴുതുമെന്ന് എഴുതുക. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതിയാൽ മതി, ആൻസർ ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾ എഴുതിയാൽ മതി. വിചിത്രം പ്ലസ് ആയ. നെക്സ്റ്റ് ചേർത്ത് എഴുതുകയിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂക്കുന്നു പ്ലസ് ഇതാ. പൂക്കുന്നു പ്ലസ് ഇതാ. പൂക്കുന്നു പ്ലസ് ഇതാ.
എഴുതിയോ? എഴുതിയോ മക്കളെ? ഫിനിഷ് ആയോ എല്ലാവർക്കും? ഇതുവരെയുള്ളത് ഫിനിഷ് ആയോ? ഓക്കെ. നെക്സ്റ്റ് അതിൽ തന്നെ ചേർത്ത് എഴുതുകയിൽ ഒന്നുകൂടി പറയണേ. 8 അടി പ്ലസ് ഓളം. 8 അടി പ്ലസ് ഓളം. എട്ടടി പ്ലസ് ഓളം. എഴുതിയോ? എല്ലാവർക്കും ഫിനിഷ് ആയെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഓക്കെ, 8 അടി പ്ലസ് ഓളം. നെക്സ്റ്റ് വിപരീത പദം എഴുതുകയാണ്. വിപരീത പദം അതായത് ഓപ്പോസിറ്റ് വേർഡ്. ശത്രു. 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 മിസ് ഞാൻ വിചാരിച്ചെന്നെ മിസ് പറഞ്ഞു. അതെ അല്ലേ? ശത്രു. എഴുതിയോ? ശത്രു. നെക്സ്റ്റ് സുഗമം. 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 ഷിസ എഴുതിയോ? സുഗമം. ടെക്സ്റ്റിലേക്ക് നോക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ടെക്സ്റ്റിലേക്ക് നോക്കുന്ന ആളെ ഞാൻ കാണുന്നുണ്ടേ. 8 അടിയോളം കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് വേർഡ് എഴുതാൻ. വിപരീത പദം എഴുതുക. അതിലൊന്നാമത്തത് ശത്രു. ലക്ഷ്മിപ്രിയ കേട്ടില്ലേ? ലക്ഷ്മിപ്രിയ കേട്ടോ? വിപരീത പദം എഴുതാൻ. അതിലൊന്ന് ശത്രു, 2 സുഗമം. എഴുതിയോ? സുഗമം. എഴുതിയോ കുഞ്ഞാറ്റാ? ഒന്നും പഠിച്ചിട്ടേ? ഇന്ത്യ ഉഷാറില്ലാത്ത ഇന്ന് ചോറൊന്നും കഴിച്ചില്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വാക്യത്തിൽ പ്രയോഗിക്കാനാണ്. വാക്യത്തിൽ പ്രയോഗിക്കാനാണ്. അപ്പോ ഒന്നാമത്തത് സാഹസികം. 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 സാഹസികം വാക്യത്തിൽ പ്രയോഗിക്കുക. അതില് സാഹസികം. സാഹസികം ശത്രു എന്ന് പറഞ്ഞ അത് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണം കൂടെ പറഞ്ഞില്ലായിരുന്നു? സുഗമം. ഓപ്പോസിറ്റ് വേർഡ് തന്നെ പറഞ്ഞു ഞാൻ. സുഗമം. 2 എണ്ണാണ് പറഞ്ഞത്. 1 മാർക്ക്. 2 എണ്ണത്തിന് 1/2 മാർക്ക് വീതമുള്ള 2 എണ്ണം. എന്തേ കുഞ്ഞാറ്റാ? വാക്യത്തിൽ പ്രയോഗിക്കുക. അതില് സവാരി ചെയ്യുക ഒന്നാമത്തെ. സവാരി ചെയ്യുക. സവാരി ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചാണ് അല്ലേ? എന്താ എഡ്വിൻ? മിസ് എന്താ ആദ്യം പറഞ്ഞ സാഹസികരായ അതാണോ? വാക്യത്തെ പ്രയോഗിക്കാൻ. സവാരി ചെയ്യുക. നീ ഉദ്ദേശിക്കുന്നതാണ് സംഭവം. വാക്യത്തെ പ്രയോഗിക്കാൻ. ഓക്കെ, നമ്മളെ മിസ് എഴുതി തന്നിട്ടുണ്ട്. വാക്യത്തിൽ പ്രയോഗിക്കുവാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ? സാഹസികമുണ്ട്, പരിഹരിക്കുന്നുണ്ട്. അല്ല, സാഹസികയാണ്. ഞാൻ സാഹസികാന്ന് പറഞ്ഞേ. ഫസ്റ്റ് സാഹസികം. വാക്യത്തിൽ പ്രയോഗിക്കാൻ ഏത് ക്വസ്റ്റ്യനാ തന്നേക്കുന്നേ? സാഹസികം. സവാരി അല്ല, സാഹസികം. എന്റെ മേഡം
ആയിട്ടില്ലേ പറയുന്നത്രേ സവാരി ചെയ്യുകയുണ്ട്. എന്റെ മിസ്സേ ഒന്ന് ആദ്യം സാഹസികം. പറഞ്ഞ് സാഹസികോ, പിന്നെ പറയുന്നു രണ്ട് സവാരി, പിന്നെ സവാരി പറയുന്നു ചെയ്യുക. സാഹസികം. രണ്ട് മുഹമ്മദ് സവാരിയാ? രണ്ടെണ്ണാണ് വാക്യത്തിൽ പ്രയോഗിക്കാൻ. ഒന്ന് സവാരി ആദ്യത്തത് സാഹസികം, രണ്ടാമത്തത് സവാരി ചെയ്യുക. മനസ്സിലായോ? മിസ്സേ ഈ സാധനം ഒന്ന് മേലേക്ക് പിടിച്ചേ. ഈ സാധനം മേലേക്ക് പിടിച്ച് പറഞ്ഞ കേൾക്കുന്നില്ല. വാക്യത്തിൽ പ്രയോഗിക്കല് ഒന്നാമത്തത് സാഹസികം, രണ്ടാമത്തത് സവാരി ചെയ്യുക. മനസ്സിലായില്ലേ? ആദ്യം കേൾക്കുന്നുണ്ടായില്ല, പക്ഷെ ബാക്കിയില്ല കേൾക്കുന്നുണ്ടാവില്ലല്ലോ. ബാക്കിയില്ലാതെ ശ്രദ്ധിക്കുന്ന ഒരാള് ഉണ്ടോ മുഹമ്മദിന്റെ? അല്ല മിസ്സേ, ഞാൻ ബാക്കിയില്ലാതെ ശ്രദ്ധിക്കുന്നില്ല, എല്ലാരും ഒരേപോലെ ഉണ്ടല്ലോ. അപ്പൊ മനസ്സിലായോ? രണ്ടെണ്ണാണ് മിസ് വാക്യത്തിൽ പ്രയോഗിക്കാൻ പറഞ്ഞത്. അതിലൊന്ന് സാഹസികം, രണ്ട് ഏത് പറഞ്ഞത്? സവാരി ചെയ്യുക. മനസ്സിലായില്ലേ? മനസ്സിലായി എന്ന് പറഞ്ഞത് മുഹമ്മദ് ഗ്രേസ് അങ്ങനെയൊന്നും പറയില്ല അല്ലേ ഗ്രേസേ? ഓക്കെ. അപ്പൊ വാക്യത്തിൽ പ്രയോഗിക്കുന്നത് രണ്ടെണ്ണാണ് പറഞ്ഞത്. ഒന്ന് സാഹസികം, രണ്ട് സവാരി ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ഉത്തരം എഴുതാനാണ്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒട്ടകപ്പക്ഷിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? എന്തേ കുഞ്ഞാറ്റാ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ നോക്കുന്നതിനാ? നേരെ നോക്കി എഴുതിയേ. ഒട്ടകപ്പക്ഷിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം എഴുതുകയില്ല. ഒന്നാമത്തെ. ചെറുങ്ങനെ കേൾക്കുന്നില്ലോ. കേൾക്കാത്ത കുട്ടികളൊന്ന് കൈപൊക്കിയേ. മിസ് പറയുന്ന കേൾക്കാത്ത. ഇപ്പം കേൾക്കുന്നുണ്ട്. ഓൾറെഡി മുഹമ്മദ് മാത്രമേ ഉണ്ടാവൂ, എനിക്കറിയാം. അല്ല, അത് മിസ്സാ താത്തി പിടിച്ചിട്ടാണ്. ഓക്കെ. ഒട്ടകപ്പക്ഷിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ഷഹബാസ് എന്നാ പരിപാടി? എക്സാം എഴുതുന്നുണ്ടോ? ചെയ്യും. ഒന്നാമത്തെ അല്ല, രണ്ടെണ്ണം മോനെ റിഹാനെ. ഒന്ന് സാഹസികം, വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത് തന്നെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സവാരി ചെയ്യുക. മനസ്സിലായോ റിഹാനെ? ഓക്കെ. അപ്പൊ ഉത്തരം എഴുതുകയിൽ ഒന്നാമത്തെ ഒട്ടകപ്പക്ഷിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? എന്തേ ബെൽബിനോയി, എന്താ പരിപാടി? അടുത്ത ചോദ്യം പറയട്ടെ. അന്തിമേഘങ്ങൾ പോലെ കാട് ചുവക്കാൻ കാരണം ഇല്ല. ഓക്കെ, എന്നാ എഴുതി കഴിയട്ടെ. ഹന്ന എഴുതിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഒട്ടകപ്പക്ഷിയുടെ പ്രത്യേകതകൾ ഞാനൊന്നും പഠിക്കാത്തോണ്ട് എനിക്കൊന്നും അറിയില്ല. ഏബൽ ബിനോയ് എന്നാ പരിപാടി? എക്സാം എഴുതുന്നില്ലേ ഏബൽ? എന്താണ്? ഞാനൊന്നും പഠിക്കാത്തോണ്ട് എനിക്കൊന്നും അറിയില്ല മിസ്സേ. അതുകൊണ്ടാണോ വീഡിയോ ഓഫ് ചെയ്തത്? അതുകൊണ്ടൊന്നല്ല. എന്തുകൊണ്ടാ പഠിക്കാൻ? ഞാൻ പിന്നെ ഞാൻ അന്നേരം ഉണ്ടായിട്ടില്ലല്ലോ. എക്സാം ഉണ്ടെന്ന് പറഞ്ഞാലേ നിങ്ങൾ പാഠം പഠിക്കൂ, അല്ലെങ്കിൽ പഠിക്കണ്ടേ? അല്ല, ഇപ്പൊ എക്സാം ഇടുന്നില്ല ഒരു ടീച്ചർ എന്ന് വിചാരിച്ചോ, നിങ്ങൾ അത് പഠിക്കില്ല അന്ന്? പഠിക്കെല്ലാം ചെയ്യും. ഇപ്പൊ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ എക്സാം ഇടുന്നില്ല എന്ന് വിചാരിക്കാം. എക്സാമ്പിള് ഒരു ഉദാഹരണം പറയണേ. ഇപ്പൊ എക്സാം ഇടുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ആ പാഠം പഠിക്കുകയില്ല. ഇടുന്നുണ്ടോ? ഇടുന്നില്ല നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോഴും നിങ്ങൾ ഉത്തരവാദിത്തല്ലേ എന്ത് പഠിക്കണം എന്നുള്ളത്. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ,
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാ. അന്തിമേഘങ്ങൾ പോലെ കാട് ചോക്കാൻ കാരണമെന്ത്? പറയണ്ടേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒട്ടകപ്പക്ഷിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? 2 അന്തിമേഘങ്ങൾ പോലെ കാട് ചോക്കാൻ കാരണമെന്ത്? ഇന്ന് കൃത്യമായി പഠിക്കാത്തവരുണ്ട് എന്റെ ക്ലാസ്സിൽ. നല്ലപോലെ പഠിക്കുന്ന കുട്ടികളും ഇന്ന് കൃത്യമായി പഠിക്കാത്തവരുണ്ട്. മിസ്സിന് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോ അറിയാ അല്ലേ? എത്ര പേരുണ്ട് ഇന്ന് ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാത്തവര്? അന്തിമേഘങ്ങൾ പോലെ കാട് ചോക്കാൻ കാരണമെന്ത്? എന്താണ് മുഹമ്മദ് എഴുതിയേ? ആ എന്ത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏബൽ ബിനോയിൽ എഴുതി കഴിഞ്ഞിട്ട് അവിടെ വെറുതെ ഓക്കെ. നെക്സ്റ്റ് ചോദ്യം ശ്രദ്ധിച്ചേ. മൂന്നാമത്തെ ചോദ്യം. ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഒട്ടകപ്പക്ഷികൾ ഉള്ളത്? ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഒട്ടകപ്പക്ഷികൾ ഉള്ളത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒട്ടകപ്പക്ഷിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം. രണ്ടാമത്തത് അന്തിമേഘങ്ങൾ പോലെ കാട് ചുവക്കാൻ കാരണമെന്ത്? 3 ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഒട്ടകപ്പക്ഷികൾ ഉള്ളത്? ഏബൽ ബിനോയ് അവിടെ വെറുതെ ഇരിക്കുകയാണ് ശൈലം നോക്കിയിട്ട്. ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഒട്ടകപ്പക്ഷികൾ ഉള്ളത്? ഓക്കെ, മതിയല്ലേ? എല്ലാവരും എഴുതി കഴിഞ്ഞ ഉടനെ മിസ്സിന് സെൻഡ് ചെയ്ത്. ഓക്കെ. പിന്നെ ഇന്ന് പഠിക്കാതെ ആൻസർ എഴുതിയവര് ഒന്നുകൂടി അത് പഠിക്കണം. ഓരോ ക്വസ്റ്റ്യനും എഴുതണം. ഇന്ന് പഠിച്ചവരും ഇന്ന് കൃത്യമായി എഴുതാത്തവരും എല്ലാവരും ഇന്ന് ചോദിച്ച ചോദ്യവും ആൻസറും അങ്ങനെ എഴുതി മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. പഠിക്കാത്ത ഒരാൾ എഴുതാത്ത ഒരാൾ ഉണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തിരുത്താം. അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്നുകൂടി അപ്പൊ ഒന്നും എഴുതിയില്ലേ? ഓക്കെ. ആദ്യത്തത് ധര, അർത്ഥം എഴുതുകയിൽ ഒന്നാമത്തെ ധര. 2 വീഥി. 3 വിചിത്രം. 4 നാഗം. 5 എന്താ പറഞ്ഞേ? ആധുനികം അല്ലേ? അല്ലേ ഹന്ന? ആധുനികം. 6 വായിക്കുക അല്ലേ? വായിക്കുക. വായിച്ചേ എഡ്വിൻ. ഫസ്റ്റ് അർത്ഥം എഴുതാൻ ഏതാ പഠിച്ചിന്? ചോദ്യം മാത്രം ഒന്ന് വായിച്ചേ എഡ്വിൻ. ചോദ്യം മാത്രം ഒന്ന് വായിച്ചേ. ഏതൊക്കെയാ നമ്മ അർത്ഥം എഴുതാൻ പറഞ്ഞേ? ആദ്യം ധരയല്ലേ? കേൾക്കുന്നില്ലേ? 1 ധര, 2 നാഗം, 3 വീഥി. 2 വീഥി. 3 ആൻസർ എഴുതിയുള്ളൂ. ഓ അതെയാ? ഓക്കെ. അപ്പൊ 1 ധര, 2 വീഥി, 3 നാഗം, 4 വിചിത്രം, വായിക്കുക, 6 ആധുനികം. ഓക്കെ, അതാണ് അർത്ഥം എഴുതാൻ. ഓക്കെ, നമ്മുടെ എക്സാം ഫിനിഷ് ആയി. ഉത്തരം എഴുതുന്നതിൽ ഫസ്റ്റ് വണ്ണാ? സെക്കൻഡ് വൺ. അന്തിമേഘങ്ങൾ പോലെ കാട് ചോക്കാൻ കാരണമെന്ത്? 3 ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഒട്ടകപ്പക്ഷികൾ ഉള്ളത്? മനസ്സിലായോ? ലാസ്റ്റ് ക്വസ്റ്റ്യനാ ഇപ്പൊ പറഞ്ഞത്. ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഒട്ടകപ്പക്ഷികൾ ഉള്ളത്? ഓക്കെ, എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം എനിക്ക് സെൻഡ് ചെയ്ത് തരുമോ?
ആൻസർ ഇപ്പം പറയാൻ പറഞ്ഞോ? ഓക്കെ. മിസ്സേ ആ പറഞ്ഞോ മോനെ. ഇതിന്റെ എല്ലാം മാർക്ക് മാർക്കാ? മിസ് സെൻഡ് ഞാൻ അയച്ചിട്ടുണ്ട്. ചെയ്ത മാർക്ക് ഇട്ടിട്ട് അയച്ചു തരാം കേട്ടോ. അർത്ഥത്തിന് 1/2 മാർക്ക് വെച്ചിട്ടാണ്, 6 3 മാർക്ക്. അപ്പൊ അത് എനിക്ക് സെൻഡ് ചെയ്ത ഞാൻ മാർക്ക് ഇട്ട് ചെയ്തു തരാം കേട്ടോ. ആ ഇട്ടാ മതി കേട്ടോ. പേഴ്സണലിൽ സെൻഡ് ചെയ്ത. ഓക്കെ. അപ്പൊ നമ്മുടെ സമയം കഴിയാറായേ ഇന്നത്തെ. 9744 70 6994. ഓക്കെ. അപ്പോ മിസ് അമ്മമാരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചിട്ടാണോ അയക്കണ്ടേ? ചെക്ക് ചെയ്യുന്നെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല, ഞാൻ ചെക്ക് ചെയ്തോളും. നിങ്ങൾ ഇട്ടെന്നാലും മതി കേട്ടോ. ഓക്കെ, ബൈ, സി യു. ബൈ മിസ്. ബൈ. ബൈ മിസ്. ബൈ, സി യു.